സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാരായണ 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 നാരായണ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഓം നമോ ഭഗവതേ വാസുദേവായ. സജ്ജനങ്ങൾക്ക് നമസ്കാരം. നമ്മുടെ ഇന്നത്തെ പ്രഭാഷണ വിഷയം ഭാഗവതം അഷ്ടമസ്കന്ധത്തിലെ 16, 17, 18 എന്നീ അധ്യായങ്ങളിൽ വർണ്ണിക്കുന്ന വാമനാവതാരത്തിന് കാരണവും വാമനാവതാരവും വരെയുള്ള ഭാഗങ്ങൾ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ദേവന്മാരും അസുരന്മാരും തമ്മിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ യുദ്ധം ഉണ്ടാവും. ചില യുദ്ധത്തിൽ ദേവന്മാർ ജയിക്കും, ചില സമയത്ത് ദേവന്മാർ തോൽക്കും. അങ്ങനെ അത് ഇങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടും ഇരിക്കുന്ന ഒരു കാലം. അങ്ങനെ ഒരു അവസരത്തിൽ യുദ്ധമുണ്ടായ സമയത്ത് അസുരന്മാർ ദേവന്മാരോട് യുദ്ധം ചെയ്ത് അസുരന്മാർ വന്ന് സ്വർഗലോകം കീഴടക്കി ആ ഇന്ദ്രനെയൊക്കെ പുറത്താക്കി. ഈ ഒരു അവസ്ഥയിൽ ദേവമാതാവ് ആയിട്ടുള്ള അതിഥി വളരെ ദുഃഖിതയായി. കാരണം തൻ്റെ പുത്രന്മാർക്ക് സ്വർഗം നഷ്ടപ്പെട്ടതായി തീർന്നു. ഏതൊരു മാതാവിനും ഉണ്ടാവുന്നത് പോലെ തൻ്റെ മക്കൾക്ക് ഉണ്ടാവുന്നൊരു തോൽവി മാതാവിന് ദുഃഖം ഉണ്ടാക്കും. അത് സത്യം തന്നെയാണ്. ഇവിടെയും അത് തന്നെ. വല്ലാതെ ദുഃഖിച്ചിട്ടുള്ള അതിഥി ദേവമാതാവായിട്ടുള്ള അതിഥി. ഭർത്താവായിട്ടുള്ള കശ്യപ പ്രജാപതിയാവട്ടെ കുറച്ചു കാലങ്ങളായിട്ട് തപസ്സിലായിരുന്നു. അങ്ങനെ ഒരു ദിവസം ആ കശ്യപ പ്രജാപതി ആശ്രമത്തിലെത്തി, അതിഥിയുടെ ആശ്രമത്തിലെത്തി. കശ്യപ പ്രജാപതി ദേവന്മാരുടെ അച്ഛനുമാണ്, അതിഥിയുടെ ഭർത്താവുമാണ്. ഇങ്ങനെ ആശ്രമത്തിലെത്തിയ സമയത്ത് അതിഥിയുടെ ആ ഒരു അവസ്ഥ തീരെ സന്തോഷമില്ലാതെ വിഷാദമുഖമായിട്ടാണ് ഇരിക്കുന്നത്. ആശ്രമ പരിസരവും അതെ, ഒരു ദുഃഖം തളം കെട്ടി നിൽക്കുന്ന ഒരു അവസ്ഥ. ഈ ഒരു അതിഥിയുടെ മുഖമൊക്കെ കണ്ട് സങ്കടം കൊണ്ട് വാടിക്കരഞ്ഞിട്ടുള്ള മുഖം ഇത് കണ്ട സമയത്ത് കശ്യപ മഹർഷി ചോദിച്ചു, ഇങ്ങനെ മംഗളസ്വരൂപമായിട്ടുള്ള അതിഥി ഇപ്പോൾ ഈ ഒരു അവസ്ഥയുടെ കാരണം എന്താ? ഇത്ര ദുഃഖിച്ചിരിക്കുന്ന കാരണം എന്താണ്? ഈ നാട്ടിൽ ബ്രാഹ്മണർക്ക് വല്ല ദുഃഖവും നേരിട്ടുണ്ടോ? ധർമ്മത്തിന് എന്തെങ്കിലും കുറവ് പറ്റിയിട്ടുണ്ടോ? ഇവിടെ ലോകനാശം സംഭവിച്ചിട്ടുണ്ടോ? ധർമാർത്ഥ കാമമോക്ഷങ്ങൾക്ക് വല്ല ന്യൂനതയും സംഭവിച്ചിട്ടുണ്ടോ? ഇങ്ങനെ അനവധി ചോദ്യങ്ങളാണ് ചോദിച്ചത്. അഥവാ ഇനി അതിഥികൾ ആരെങ്കിലും ഗൃഹത്തിൽ വന്നിട്ട് സങ്കടത്തോടുകൂടി പോവാനിട വന്നിട്ടുണ്ടോ? വെള്ളം കൊണ്ടെങ്കിലും അവരെ സൽക്കരിക്കപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു ഗൃഹം കുറുക്കൻ്റെ മട പോലെ അമംഗള സ്വരൂപമാണ്. ഇനി അതുമല്ല, ഞാൻ തപസ്സിന് പോയ സമയത്ത് എന്നെ പറ്റിയുള്ള ചിന്തയാൽ നീ അഗ്നിഹോത്രത്തിൽ ഹോമം ചെയ്യാൻ മറന്നുപോയിട്ടുണ്ടോ? കാരണം എന്താ വെച്ചാൽ ആ ബ്രാഹ്മണനും അഗ്നിയൊക്കെ വിഷ്ണു ഭഗവാന്റെ മുഖമാണ്. ഇങ്ങനെ ദിവസേന അഗ്നിഹോത്രത്തിലൂടെ ഭഗവാനെ പൂജിച്ചു കഴിഞ്ഞാൽ ആ ഗൃഹസ്ഥന് നേടാൻ പറ്റാത്തതായിട്ടൊന്നുമില്ല. എല്ലാ ഐശ്വര്യങ്ങളും നേടാൻ സാധിക്കും. ഇനി അത് നിനക്ക് സാധിക്കാതെ വന്നു, എന്തെങ്കിലും മുടക്കം നേരിട്ടുവോ? മാത്രമല്ല, അങ്ങയുടെ ഭഗവതിയുടെ പുത്രന്മാർക്കൊക്കെ സുഖം തന്നെയല്ലേ? എന്നാൽ ലക്ഷണം കണ്ടിട്ട് ഭഗവതി വളരെ
അസ്വസ്ഥയായിട്ടും ദുഃഖിതയായിട്ടുമാണ് കാണുന്നത്. ഇങ്ങനെ ചോദ്യങ്ങൾ, സംശയരൂപേണ ചോദ്യങ്ങൾ ചോദിച്ച സമയത്ത് അതിഥി ഇതാ മറുപടി പറയാണ്. എല്ലാവർക്കും ക്ഷമ തന്നെയാണ്. ആ സർവജ്ഞനായ മഹർഷിയെന്നാ ചോദിച്ചത്. ഭർത്താവാണെങ്കിൽ ചോദ്യം മറുപടി പറഞ്ഞു സർവജ്ഞനായ മഹർഷി എന്ന് പറഞ്ഞുകൊണ്ടാണ് അതിഥി മറുപടി പറയുന്നത്. ബ്രാഹ്മണർ, പശുക്കൾ, ധർമ്മം, ജനങ്ങൾ ഇവയ്ക്കൊക്കെ ക്ഷേമം തന്നെയാണ്. അതിനൊന്നും ഒരു കുറവും സംഭവിച്ചിട്ടില്ല. ഗൃഹസ്ഥനായ അങ്ങയുടെ ഈ ആശ്രമത്തിൽ ധർമ്മത്തിന് ന്യൂനതയില്ല. ധർമാർത്ഥ കാമമോക്ഷങ്ങൾക്കും ഒരു ന്യൂനതയും സംഭവിച്ചിട്ടില്ല. ഒക്കെ അങ്ങയുടെ ആ ഒരു തപശക്തി തന്നെയാണ്. അതുപോലെ തന്നെ അങ്ങ് സംശയം പ്രകടിപ്പിച്ച പോലെ തന്നെ അതിഥികൾ, ഭൃത്യന്മാരും ഭിക്ഷുക്കളും ഒക്കെ യഥോചിതം സൽക്കരിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഒരു ന്യൂനത എന്താ വെച്ചാൽ, ഒരു സങ്കടം എന്താ വെച്ചാൽ, അങ്ങ് സ്വന്തം പുത്രന്മാരെ കുറിച്ച് ഒന്ന് ആലോചന ഉണ്ടായില്ല അങ്ങേക്ക്. കാരണം ഞാൻ അനാഥയായി തീർന്നു കഴിഞ്ഞു. അനാഥരായിട്ടുള്ള ഞങ്ങൾ, അതിന് കാരണം എന്താ വെച്ചാൽ അസുരന്മാർ വന്നിട്ട് യുദ്ധം ചെയ്ത് നമ്മുടെ മക്കളെയൊക്കെ തോൽപ്പിച്ച് സ്വർഗത്തിൽ നിന്നും പുറത്താക്കി. ഇനി അനാഥരായി തീർന്ന ഞങ്ങളെ രക്ഷിക്കാൻ അങ്ങ് മാത്രമേ ഉള്ളൂ. ഞങ്ങളൊക്കെ ഇതാ സ്വർഗത്തിൽ നിന്നും പുറത്താക്കപ്പെട്ടിരിക്കുന്നുണ്ട്. ഞങ്ങളുടെ ഐശ്വര്യം, ശോഭ, ശ്രീത്വം, കീർത്തി ഇവയൊക്കെ ആ ശത്രുക്കൾ തട്ടിപ്പറിച്ചെടുത്തു കഴിഞ്ഞു. ദുഃഖസമുദ്രത്തിൽ താണുകൊണ്ടേയിരിക്കുകയാണ് ഞങ്ങൾ. ഈ നഷ്ടപ്പെട്ട ഐശ്വര്യങ്ങൾ, സമ്പത്ത്, കീർത്തി ഇതൊക്കെ എൻ്റെ പുത്രന്മാർക്ക് വീണ്ടും കിട്ടാൻ എന്താണോ ചെയ്യേണ്ടത് അത് അങ്ങ് പ്രവർത്തിച്ചാലും. ഇതാണ് അതിഥിയുടെ മറുപടി ഉണ്ടായത്. ഇങ്ങനെ ദുഃഖത്തോടു കൂടിയിട്ട് ഒരു ആവലാതി രൂപത്തിൽ അതിഥി കശ്യപ പ്രജാപതിയോട് പറഞ്ഞ സമയത്ത് ഒരു മന്ദഹാസത്തോടു കൂടിയിട്ട് മറുപടി പറഞ്ഞു. ഭഗവാന്റെ മായാശക്തി വളരെ അത്ഭുതം തന്നെയാണ്. മായയാൽ ലോകം മുഴുവൻ പരസ്പരം സ്നേഹത്തിൽ ബന്ധിപ്പിക്കപ്പെട്ടിട്ടുണ്ടെന്ന് അങ്ങേക്കറിയാമല്ലോ. ഈ ശരീരം എന്തുകൊണ്ട്? പഞ്ചഭൂതങ്ങളാൽ നിർമ്മിക്കപ്പെട്ട ഈ ശരീരം, ആ ശരീരമുള്ളത് കൊണ്ടാണ് എനിക്ക് ആ നിനക്ക് സ്വർഗം നഷ്ടപ്പെട്ട സമയത്ത് അത് തിരിച്ചു കിട്ടണം, എൻ്റെ കുട്ടികൾക്ക് ഐശ്വര്യം ഉണ്ടാവണം എന്നൊക്കെ നിനക്ക് തോന്നി. ഈ ആത്മാവിന് ഭർത്താവ്, പുത്രന്മാർ എന്നിവരായിട്ട് എന്ത് ബന്ധം? നീ സത്യങ്ങളൊന്നും നീ മനസ്സിലാക്കിയിട്ടില്ലേ? ഈ ശരീരത്തെ ആത്മാവായിട്ട് കാണുന്ന അവിവേകം തന്നെയാണ് ഈ സ്നേഹബന്ധത്തിന് കാരണം. എല്ലാവരുടെയും ഹൃദയത്തിൽ വിളങ്ങുന്നതായിട്ടുള്ള സാക്ഷാൽ ലോകനാഥനായിട്ടുള്ള ആ വാസുദേവനെ, ആ ജഗഗുരുവായിട്ടുള്ള ഭഗവാനെ സേവിക്കുകയാണ് വേണ്ടത്. സേവിച്ചു കഴിഞ്ഞാൽ ദീനദയാലുവായിട്ടുള്ള ആ ഭഗവാൻ നിന്റെ എന്താണോ അഭിഷ്ടം അത് സാധിപ്പിച്ചു തരും. ഭഗവാൻ ഭക്തി ഒരിക്കലും പാഴായി പോയില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഇങ്ങനെ പറഞ്ഞ സമയത്ത് വീണ്ടും അതിഥി ചോദിക്കുകയാണ്, ജഗൽപതിയായിട്ടുള്ള ആ ഭഗവാനെ എങ്ങനെയാണ് ഞാൻ സേവിക്കേണ്ടത്? ഏത് രീതിയിൽ ഭജിച്ചാലാണ് ആ ഭഗവാൻ എൻ്റെ അഭീഷ്ടത്തെ സാധിപ്പിച്ചു തരിക? ഏത് തരത്തിലാണ് ഞാൻ ആ ദേവാദിദേവനെ പൂജിക്കേണ്ടത്? പുത്രന്മാർ ഒന്നിച്ച് ദുഃഖത്തോടു കൂടിയിരിക്കുന്ന എൻ്റെ ഈ സങ്കടം അതിവേഗത്തിൽ മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഉപായം, ഏത് രീതിയിൽ ഭഗവാനെ പൂജിക്കണം, ആ സേവിക്കുന്ന ആ വിധി അങ്ങ് ഉപദേശിച്ചു തന്നാലും. ഇങ്ങനെ അതിഥിയുടെ ഒരു അപേക്ഷ, വീണ്ടുമുള്ള അപേക്ഷ കേട്ട സമയത്ത് കശ്യപ മഹർഷി വീണ്ടും മറുപടി പറഞ്ഞു. അതിന് വഴിയുണ്ട്, ഞാൻ പറഞ്ഞു തരാം. പണ്ടുണ്ടായിട്ടുള്ള ഒരു സംഗതി ഓർമ്മിച്ചുകൊണ്ട് കശ്യപ പ്രജാപതി പറയുകയാണ്. സന്തതികൾക്ക് വേണ്ടിയിട്ട് വളരെ കാലങ്ങൾക്ക് മുമ്പ് ഇതേ ചോദ്യം
ഞാൻ ബ്രഹ്മാവിനോട് ചോദിച്ച സമയത്ത് ബ്രഹ്മദേവൻ എനിക്ക് ഉപദേശിച്ചു തന്നിട്ടുള്ള ഒരു വ്രതമുണ്ട്. വിഷ്ണു ഭഗവാനെ സന്തോഷിപ്പിക്കുന്നതായിട്ടുള്ള ഒരു വ്രതം, പയോവ്രതം എന്നുള്ള ഒരു വ്രതമാണിത്. ആ വ്രതം എങ്ങനെയാണ് അനുഷ്ഠിക്കേണ്ടത് എന്ന് ഞാൻ നിനക്ക് പറഞ്ഞു തരാം. മീനമാസത്തിലെ വെളുത്ത പക്ഷത്തിൽ 12 ദിവസം പയോവ്രതം കൊണ്ട് ഭഗവാനെ ആരാധിക്കുക. അതിന് അതികഠിനമായിട്ടുള്ള ചില വ്യവസ്ഥകളുണ്ട്. അത്ര എളുപ്പമൊന്നുമല്ല ഈ വ്രതമനുഷ്ഠിച്ച് ഭഗവാനെ പ്രീതിപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ. അനവധി കഷ്ടപ്പാടുണ്ട്. അപ്പം അതിൻ്റെ വിധികൾ എന്തൊക്കെയാണ് പയോവ്രതം അനുഷ്ഠിക്കുന്നതിൻ്റെ, അത് ഇതാ പറഞ്ഞു കൊടുക്കുകയാണ്. സാധിക്കുമെങ്കിൽ പന്നി കുത്തിപ്പിളർന്ന മണ്ണെടുത്ത് വ്രതാരംഭത്തിൻ്റെ തലേ ദിവസമായിട്ടുള്ള അമാവാസി ദേഹം മുഴുവൻ തേച്ച് പിടിപ്പിച്ച് പുണ്യനദിയിലിറങ്ങി സ്നാനം ചെയ്യുക. അതും ഒരു മന്ത്രമുണ്ട്, ആ മന്ത്രം പറഞ്ഞു തരാം. ഈ മന്ത്രം ജപിച്ചു കൊണ്ട് വേണം മണ്ണ് ദേഹത്തിൽ തേക്കാൻ. അതിൻ്റെ അർത്ഥം ഞാൻ നിനക്ക് പറഞ്ഞു തരാം. ആ ഭൂമിദേവിയെ വിളിച്ചുകൊണ്ടുള്ളൊരു ശ്ലോകം. അല്ലയോ ഭൂമിദേവി, ആദി വരാഹമൂർത്തിയായിട്ടുള്ള ഭഗവാൻ, ഭവതിയെ ജീവജാലങ്ങൾക്ക് വാസസ്ഥാനമായിട്ടുള്ള രസാതല ലോകത്തിൽ നിന്ന് ഉയർത്തിക്കൊണ്ടുവന്നുവല്ലോ. അവിടുത്തെ ഞാനിതാ നമസ്കരിക്കുന്നു. എൻ്റെ പാപങ്ങൾ മുഴുവൻ നശിപ്പിച്ച് തന്ന് എനിക്ക് ദർശനം തരയണമേ. ഈ മന്ത്രം ജപിച്ചുകൊണ്ട് ദേഹത്തിൽ മണ്ണ് തേച്ച് സ്നാനം ചെയ്യുക. പിന്നീട് നിത്യനൈമിത്തിക കർമ്മങ്ങൾ ചെയ്ത് ഭക്തിയോടുകൂടി വിഗ്രഹത്തിലോ ഭൂമിയിലോ പത്മമിട്ട് സൂര്യനിലോ അഗ്നിയിലോ ജലത്തിലോ ഗുരുവിലോ ഭഗവാനെ പൂജിക്കുകയാണ് വേണ്ടത്. കഴിഞ്ഞിട്ടില്ല, ഇനിയുമുണ്ട്. അത് പറഞ്ഞു കൊടുക്കുകയാണ്. എല്ലാ ജീവജാലങ്ങളുടെയും ഉള്ളിൽ ആത്മാവിൻ്റെ ഒരു സ്വരൂപത്തിൽ വിളങ്ങുന്നതായിട്ടുള്ള വാസുദേവന്, സർവസാക്ഷിയായിട്ടുള്ള ആ ഭഗവാന് അങ്ങേ ഞാനിതാ നമസ്കരിക്കുന്നു. ഇന്ദ്രിയങ്ങൾ കൊണ്ട് അറിയാൻ ഒരിക്കലും സാധിക്കില്ല അങ്ങേ. മാത്രമല്ല അവ്യക്തനാണ് അങ്ങ്, സൂക്ഷ്മരൂപിയാണ് അങ്ങ്, പ്രകൃതിയെ പ്രേരിപ്പിക്കുന്ന പുരുഷനാണ് അങ്ങ്. എന്നാൽ പ്രകൃതിയുടെ വികാരങ്ങളായിട്ടുള്ള 24 തത്വങ്ങളെ, ആ 24 തത്വങ്ങൾ, ഈ അതിന് അത് 24 തത്വങ്ങളെ അറിയാം. ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി, ഇങ്ങനെ 5 കൂടാതെ ശബ്ദസ്പർശ രൂപ രസഗന്ധങ്ങളാകുന്ന വിഷയങ്ങൾ, കാത്, ത്വക്ക്, കണ്ണ്, നാവ്, മൂക്ക്, ഇങ്ങനെയുള്ള ജ്ഞാനേന്ദ്രിയങ്ങൾ, വാക്ക്, കയ്യ്, കാല്, പായു, ഉപസ്ഥം, ഇങ്ങനെയുള്ള കർമ്മേന്ദ്രിയങ്ങൾ, മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ചിത്തം. ഇപ്പം 24. ഇങ്ങനെയുള്ള 24 തത്വങ്ങൾ അറിയുന്നവനാണ് അങ്ങ്. സാഖ്യശാസ്ത്രത്തെ നിർമ്മിച്ച കപില സ്വരൂപിയായിട്ടുള്ള നിന്തിരുവടിക്ക് നമസ്കാരം. ഇങ്ങനെ ആ ഒരു ഭഗവാന്റെ സ്വരൂപം, പലതരത്തിലുള്ള അവതാരങ്ങളെക്കുറിച്ച് അതിഗംഭീരമായിട്ട് വർണ്ണിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള അങ്ങയ്ക്ക് നമസ്കാരം. ഇങ്ങനെയുള്ള പലതരത്തിൽ ആ വേദത്തിൽ പ്രതിപാദിക്കുന്ന അങ്ങയുടെ അതിഗംഭീരമായിട്ടുള്ള ജ്ഞാനസ്വരൂപം, ഈ സ്വരൂപത്തോടു കൂടിയവനായിട്ടുള്ള അങ്ങയ്ക്ക് ക്രിയാഫലങ്ങളെ നൽകുന്ന യജ്ഞസ്വരൂപനായിട്ടുള്ള ഭഗവാന് നമസ്കാരം. എല്ലാ ജീവജാലങ്ങളെയും രക്ഷിതാവായിട്ടുള്ള ആ ഭഗവാന് നമസ്കാരം. ദുഃഖത്തെ നശിപ്പിക്കുകയും ആനന്ദത്തെ നൽകുകയും ചെയ്യുന്നതിനാൽ ഹിരണ്യഗർഭൻ എന്ന പേരോട് കൂടിയിട്ടുള്ള സൂത്രാത്മാവായി ആ ജഗത്തിനെ മുഴുവൻ നിയന്ത്രിക്കുന്നതായിട്ടുള്ള ആ ഭഗവാന് നമസ്കാരം.
എല്ലാ കർമ്മങ്ങളുടെയും സാക്ഷിയാണങ്ങ്, ആദിദേവനാണങ്ങ്. നരനാരായണ ശിവരാകുന്ന അവിടത്തേക്ക് നമസ്കാരം. ഇങ്ങനെ എൻ്റെ ഈ ഒരു സ്തുതിക്കാൻ അറിയാത്ത ഞാനിതാ അങ്ങേ സ്തുതിക്കുകയാണ്. എൻ്റെ സ്തുതി കൊണ്ട്, ഇങ്ങനെയെല്ലാം കൊണ്ടിരിക്കുന്ന അങ്ങ്, അപ്രകാരമുള്ള അങ്ങ് എൻ്റെ ഈ സ്തുതി കേട്ട് സന്തോഷിക്കുമാറാകണമേ എന്ന് പറഞ്ഞുകൊണ്ട് ഗംഭീരമായിട്ട് സ്തുതിക്കുക എന്ന് ആ മന്ത്രങ്ങൾ പറഞ്ഞു കൊടുത്തു. ഈ മന്ത്രങ്ങൾ കൊണ്ട് ആവാഹിച്ച് സൽക്കരിച്ച് മുൻഭാഗത്ത് പ്രതിഷ്ഠിച്ച ഭഗവാനെ പൂജിക്കണം. എങ്ങനെ? പാദ്യ, ആചമനീയ തുടങ്ങിയ ഉപചാരങ്ങളെ കൊണ്ട് പൂജിക്കുക. ചന്ദനമാല കൊണ്ട് അലങ്കരിച്ച ശേഷം പാല് കൊണ്ട് അഭിഷേകം ചെയ്യുക. പിന്നീട് വസ്ത്രം, പൂണൂൽ, ആഭരണങ്ങൾ എന്നിവ അണിയിക്കുക. പാദ്യം, ആചമനീയം, ചന്ദനം, പുഷ്പം മുതലായവ കൊണ്ട് ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന ദ്വാദശാക്ഷര മന്ത്രം ജപിച്ച നിവേദ്യം അഗ്നിയിൽ ഹോമിക്കുക. ബാക്കിയുള്ള നിവേദ്യം ഭക്തന്മാർക്ക് പ്രസാദമായിട്ട് കൊടുക്കുക. സ്വയം പ്രസാദം സ്വീകരിക്കുക. താമ്പൂലവും നിവേദിക്കുക. ഇങ്ങനെ പലവിധ സ്തോത്രങ്ങൾ കൊണ്ട് ഭഗവാനെ സ്തുതിക്കുക. പ്രദക്ഷിണം വെച്ച് ഭൂമിയിൽ ദണ്ഡ നമസ്കാരം ചെയ്യുക. ഭഗവാന് പൂജിച്ച പുഷ്പം പ്രസാദമായിട്ട് ശിരസിൽ ധരിക്കുക. ശേഷം ഭഗവാനെ ബിംബത്തിൽ നിന്ന് തിരിച്ച് ഉദ്വാസനം ചെയ്യുക. പിന്നെ രണ്ടിൽ കുറയാതെയുള്ള ഭക്തന്മാർക്ക്, ബ്രാഹ്മണർക്ക് പായസത്തോടു കൂടി അന്നദാനം ചെയ്യുക. പൂജിക്കപ്പെട്ട, സൽക്കരിക്കപ്പെട്ട ആ ബ്രാഹ്മണരുടെ അനുജ്ഞ വാങ്ങി താനും ആഹാരം കഴിക്കുക. രാത്രി ഉപവസിക്കുക. വെളുത്ത പ്രഥമ മുതൽ ഇതുപോലെ സ്നാനം ചെയ്ത് വ്രതം അവസാനിക്കുന്ന ത്രയോദശി വരെയുള്ള ദിവസം പാൽ കൊണ്ട് അഭിഷേകം ചെയ്ത് ഭഗവാനെ വിഗ്രഹത്തിൽ പൂജിക്കുക. സ്വയം പാൽ മാത്രം ആഹരിച്ചുകൊണ്ട് വിഷ്ണു ഭഗവാനെ ആദരവോടെ പൂജിച്ചുകൊണ്ടും ഈ വ്രതം അനുഷ്ഠിക്കുക. ഇങ്ങനെ ദിവസേന ത്രയോദശി വരെയുള്ള ദിവസം ഇങ്ങനെ പൂജ, ഗംഭീരമായിട്ടുള്ള കഠിനമായിട്ടുള്ള വ്രതം ആചരിച്ചു കൊണ്ടുള്ള പൂജ. ഈ പൂജ സമയത്ത് അഗ്നിഹോത്ര ഹോമങ്ങൾ ചെയ്യുക, നാമം ജപിക്കുക, കീർത്തനങ്ങൾ ആലപിക്കുക, നിലത്ത് കിടന്നുറങ്ങുക, 3 നേരം സ്നാനം ചെയ്യുക. ഈ സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വേറെയും ചില കാര്യങ്ങളുണ്ട്. ചീത്ത കാര്യങ്ങൾ സംസാരിക്കാതിരിക്കുക, ആലോചിക്കാതിരിക്കുക, ചീത്ത കാര്യങ്ങൾ ചെയ്യാതിരിക്കുക, സുഖഭോഗങ്ങളും തീരെ ഉപേക്ഷിക്കുക, ഒരു ജീവിയെയും ഉപദ്രവിക്കാതിരിക്കുക, ഭഗവാൻ വാസുദേവനെ ഭക്തിയോടുകൂടി സ്മരിച്ചുകൊണ്ട് വേണം എല്ലാ കാര്യങ്ങളും ചെയ്യാം. താൻ ചെയ്യുന്ന കർമ്മങ്ങൾ മുഴുവൻ ആ ഭഗവാന്റെ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് ഭഗവാനായിക്കൊണ്ട് വേണം എന്ത് കാര്യങ്ങൾ ചെയ്യുന്ന സമയത്തും. വായ തുറക്കുന്നത് നാമം ജപിക്കുവാൻ വേണ്ടി മാത്രമേ തീരാ. ചിന്ത എപ്പോഴും ആരെക്കുറിച്ചാവണം? ആ ഭഗവാനെ കുറിച്ച് മാത്രം. മറ്റൊരു ചിന്തയും ഉള്ളിൽ വേണ്ട. ബ്രാഹ്മണനെ വിളിച്ച് ഭോജനം കൊടുക്കുക. വിധി പോലെ വിഗ്രഹത്തിൽ പഞ്ചഗവ്യ അഭിഷേകം ചെയ്യിക്കുക. ധാരാളം പാൽപ്പായസം ഉണ്ടാക്കി ഭഗവാനെ നിവേദിക്കുക. ആ പാൽപ്പായസം തന്നെ ഹോമിക്കുകയും ചെയ്യുക. പായസ നിവേദ്യവും ഹോമവും ഭഗവാൻ സന്തോഷിക്കാൻ പ്രത്യേക കാരണവുമായി തീരും. അവസാനം ഋത്തുക്കളെയും എല്ലാവർക്കും ദാനം, ദക്ഷിണ എന്നിവയാൽ പ്രീതിപ്പെടുത്തുക. ഇങ്ങനെ പ്രത്യേക വിശേഷമായിട്ടുള്ള ആഹാര പദാർത്ഥങ്ങൾ ഉണ്ടാക്കി നിവേദിക്കുക. ആചാര്യന്മാർക്ക് കൊടുക്കുക, ബ്രാഹ്മണർക്ക് കൊടുക്കുക. വ്രത അവസാനം വരുന്ന ബ്രാഹ്മണർക്ക് യഥാശക്തി ദാനവും ചെയ്യുക. അതുപോലെ ഗുരുവിനും ഋത്തുക്കുകൾക്കും അർഹതയുള്ള മറ്റുള്ളവർക്കും ദക്ഷിണ നൽകി നമസ്കരിക്കുക. ആ സമയത്ത് യാദൃശ്ചികമായിട്ട് വന്നു ചേരുന്ന ചണ്ടാളൻ ഉൾപ്പെടെയുള്ളവർക്ക് പോലും ഭക്ഷണം കൊടുക്കുക. ദരിദ്രര്, അന്ധര്, രോഗികൾ മുതലായവർക്ക് എല്ലാവർക്കും ഭക്ഷണം കൊടുക്കുക, സന്തോഷിപ്പിക്കുക. താനും അതുപോലെ ബന്ധുക്കളോട് ഒന്നിച്ച് ആഹാരം കഴിക്കുക. നൃത്തം, വാദ്യം, ഗീതം
സ്വസ്തിവാചകങ്ങൾ, ഭഗവത് കഥാകീർത്തനങ്ങൾ എന്നിവ കൊണ്ട് 12 ദിവസവും ഭഗവാനെ സേവിക്കുക. ഇതൊക്കെയാണ് ബ്രഹ്മദേവൻ പണ്ട് എനിക്ക് ഉപദേശിച്ചത്. ഇതുപോലെ തന്നെ നീയും അനുഷ്ഠിക്കുക എന്ന് ആ വ്രതത്തിൻ്റെ അതികഠിനമായിട്ടുള്ള നിഷ്ഠകൾ കശ്യപൻ പറഞ്ഞു കൊടുക്കുകയാണ് അതിഥി ദേവിക്ക്. ഇതൊക്കെ കേട്ട സമയത്ത് അതിഥി ഭർത്താവിൻ്റെ ഉപദേശമനുസരിച്ച് പയോവ്രതം എന്നുള്ള 12 ദിവസം നീണ്ടു നിൽക്കുന്ന വ്രതം ആചരിക്കാൻ തീരുമാനിച്ച് അത് തുടങ്ങുകയാണ്. ശ്രദ്ധയോട് കൂടിയിട്ട് ആചരിക്കുകയാണ്. ഇന്ദ്രിയങ്ങളെ മുഴുവൻ അടക്കി ഏകാഗ്രമായിട്ട് തീർന്നു ബുദ്ധി കൊണ്ട് ഭഗവാനെ ധ്യാനിച്ചു കൊണ്ടാണ് വ്രതം അനുഷ്ഠിച്ചത്. എല്ലാ ജീവജാലങ്ങളുടെയും ഉള്ളിലും തന്നിലും ആത്മസ്വരൂപേണ വിളങ്ങുന്ന ഭഗവാൻ ആരാണോ ആ വാസുദേവനിൽ തന്നെ മനസ്സുറപ്പിച്ചുകൊണ്ട് വ്രതം ആരംഭിച്ചു. 13-ാം ദിവസം വ്രതം അവസാനിച്ച സമയത്ത് ആദിപുരുഷനായിട്ടുള്ള ഭഗവാൻ ശംഖചക്ര ഗദാ പത്മങ്ങൾ ധരിച്ച 4 തൃക്കൈകളോടെ ആ മഞ്ഞപ്പട്ടണിഞ്ഞവനായിട്ട് അതിഥിയുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. സാധാരണ കണ്ണുകളെ കൊണ്ട് കാണാൻ സാധിക്കാത്തതായിട്ടുള്ള ഭഗവാനെ നേരിട്ട് പ്രത്യക്ഷമായിട്ട് കണ്ടതോടെ അതിഥി ആദരവോടുകൂടി എഴുന്നേറ്റു സന്തോഷ പരവശയായിട്ട് ആ ഭഗവത് പാതാരബന്ധങ്ങളിൽ വീണ് നമസ്കരിക്കുകയാണ്. എഴുന്നേറ്റ് തൊഴുതുകൊണ്ട് നിന്നു. ആ അതിഥിയുടെ കണ്ണിൽ നിന്ന് ആനന്ദ കണ്ണീര് ധാരധാരയായിട്ട് ഒഴുകുകയാണ്. തനിക്കിത് സാധിച്ചല്ലോ എന്ന്. തൻ്റെ ഈ വ്രതം ഇവിടെ അവസാനിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ട്? ഭഗവാനെ കാണുക എന്നുള്ളത്. അത് ഇവിടെ സാധിച്ചുവല്ലോ എന്ന്. കുറച്ച് നേരത്തേക്ക് ആ ദേവിക്ക് ഭഗവാനെ കാണാനും ഒന്നും സംസാരിക്കാനും സാധിച്ചില്ല. അത് കാരണം എന്ന് വെച്ചാൽ ആനന്ദ കണ്ണീര് വന്നിട്ട് ആ കണ്ണ് നിറഞ്ഞുപോയി. ഗദ്ഗതം വന്ന് തൊണ്ട തുറക്കാൻ പറ്റാതെയായി. ഇങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ എന്ത് ചെയ്യണമെന്നറിയാതെ അവിടെ സ്തുതിക്കാനോ ഭഗവാനെ കാണാനോ സാധിച്ചില്ല. കാരണം ഭഗവത് ദർശനമാകുന്ന ആ ഉത്സവ അനുഭൂതി കൊണ്ട് രോമാഞ്ചമണിഞ്ഞവളായി തീർന്നു. ആ അതികഠിനമായിട്ടുള്ള സന്തോഷത്തെ താങ്ങാൻ കഴിയാതെ ചെറിയൊരു വിറയലോട് കൂടിയിട്ട് കുറച്ച് നേരം അവിടെ അങ്ങനെ മിണ്ടാതെ നിന്നു. പിന്നീട് കണ്ണുനീരൊക്കെ തുടച്ച് ആ അവസ്ഥ വീണ്ടെടുക്കുകയാണ്. പഴയ അവസ്ഥ വീണ്ടെടുത്തു. സ്വയം തിരിച്ചറിഞ്ഞു. ആ സത്യം തിരിച്ചറിഞ്ഞു. ഭഗവാനെ എനിക്ക് കാണാൻ സാധിച്ചു എന്നുള്ള ആ സത്യം ഉൾക്കൊണ്ടുകൊണ്ട് ആ കണ്ണീർ തുറച്ചുകൊണ്ട് രമാവല്ലഭനായി യജ്ഞേശ്വരനുമായിട്ടുള്ള ജഗൽപതിയുമായിട്ടുള്ള ഭഗവാനെ കണ്ണുകളിലൂടെ പാനം ചെയ്യുകയാണോ എന്ന് തോന്നുമാറ് സന്തോഷത്തോടു കൂടിയിട്ട് നോക്കിക്കൊണ്ട് നിന്നു അല്പനേരം. പിന്നീട് ഗദ്ഗതത്തോടു കൂടിയിട്ട് സ്തുതിക്കുകയാണ്. നല്ലൊരു സ്തുതിയാണ് അവിടെ അതിഥി ഭഗവാനെ കണ്ട അതിഥി ആ സമയത്ത് ചെയ്തിട്ടുള്ളത്. യജ്ഞബലം നൽകി അനുഗ്രഹിക്കുന്നവനായിട്ടുള്ള അങ്ങ്, യജ്ഞങ്ങളാൽ ആരാധിക്കപ്പെടുന്നവനും സ്മരിക്കുന്നവരുടെ പാപത്തെ മുഴുവൻ നശിപ്പിക്കുന്നതുമായിട്ടുള്ള ആ പാതാരബിന്ദങ്ങളോട് കൂടിയവനായിട്ടുള്ള അങ്ങ്, കേൾക്കുന്ന നിമിഷം തന്നെ പാപത്തെ നശിപ്പിക്കുന്ന കീർത്തിയോട് കൂടിയവനായിട്ടുള്ള അങ്ങയുടെ നാമം, മംഗള കാരണങ്ങളായിട്ടുള്ള തിരുനാമങ്ങളോട് കൂടിയവനായിട്ടുള്ള ശരണം പ്രാപിക്കുന്നവരുടെ മുഴുവൻ ദുഃഖങ്ങളെയും തീർക്കാനായിട്ട് ദർശനം നൽകുന്നതായിട്ടുള്ള അങ്ങ്, ഏറ്റവും ആദിയിലുണ്ടായിട്ടുള്ള ഭഗവാനെ ദുഃഖമുള്ള അല്ലെങ്കിൽ ദുഃഖിതരായിട്ടുള്ള ഞങ്ങൾക്ക് സന്തോഷം തന്ന് അനുഗ്രഹിക്കാൻ ദയ ഉണ്ടാവണേ. ഈ പ്രപഞ്ചത്തിൽ മുഴുവൻ വിളങ്ങുന്നവനായിട്ടുള്ള ലോകത്തിൻ്റെ സൃഷ്ടിസ്ഥിതി സംഹാരമൂർത്തിയായിട്ടുള്ള അങ്ങ് സ്വന്തം ഇച്ഛയനുസരിച്ച് മായയുടെ രജസ് തമസ് തമോ ഗുണം സത്വഗുണം രജോ ഗുണം എന്നീ 3 ഗുണങ്ങളിലൂടെ ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരായി ആ പ്രകടിതമായി തീരുന്നവനും ലോകം മുഴുവൻ വ്യാപിച്ചതായിട്ടുള്ള എപ്പോഴും സ്വന്തം സ്വരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നവനായിട്ടുള്ള അങ്ങേക്ക് നമസ്കാരം.
നിമിഷം തോറും വർദ്ധിച്ചു വരുന്ന ആ ജ്ഞാനത്താൽ അജ്ഞാന അന്ധകാരത്തെ നശിപ്പിക്കുന്നതിനായിട്ടുള്ള ശ്രീപതിയുമായിട്ടുള്ള അവിടത്തേക്ക് നമസ്കാരം. അങ്ങ് സന്തോഷിച്ചു കഴിഞ്ഞാൽ പിന്നെ ദീർഘായുസ്, സൗന്ദര്യം, ഭൂമി, സ്വർഗം, പാതാളം എന്നീ ലോകങ്ങളിലൂടെ ഐശ്വര്യങ്ങൾ, യോഗസിദ്ധികൾ, ധർമാർത്ഥ കാമങ്ങൾ, ജ്ഞാനം എന്നിവ പോലും നിഷ്പ്രയാസം ലഭിക്കുമെന്ന് ഉറപ്പായിരിക്കെ എൻ്റെ പുത്രന്മാർക്ക് ശത്രുക്കളെ ജയിക്കാൻ കഴിയണമെന്ന ആഗ്രഹം എത്രയോ നിസ്സാരമല്ലേ എന്നാണ് ഇവിടെ അതിഥി പ്രാർത്ഥിച്ചത്. ഈ അതിഥിയുടെ സ്തുതി കേട്ട സമയത്ത് സന്തോഷിച്ചു ഭഗവാൻ. ആ ചന്താമരാക്ഷനായിട്ടുള്ള ഭഗവാൻ ഇതാ തിരിച്ച് അതിഥിയോട് മറുപടി പറയാണ്. ദേവമാതാവേ, അതിഥി ദേവി, ഭവതി കുറച്ചു കാലങ്ങളായിട്ട് ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന മനോരഥം എന്താണെന്ന് എനിക്ക് മനസ്സിലായി. ശത്രുക്കളാൽ സ്ഥാനഭ്രഷ്ടരാക്കപ്പെട്ട സ്വത്തെല്ലാം നഷ്ടപ്പെട്ട് അനാഥരായിട്ട് തീർന്ന പുത്രന്മാരെ പറ്റി ചിന്തിച്ച് ഭവതി വളരെ ദുഃഖിതയാണെന്ന് എനിക്ക് മനസ്സിലായി. അഹങ്കാരികളായിട്ടുള്ള അസുരന്മാരെ ജയിച്ച് വിജയശ്രീലാളിതരായിട്ടുള്ള പുത്രന്മാർ ഉപാസിപ്പിക്കപ്പെട്ടുകൊണ്ട് സ്വർഗത്തിൽ സുഖമായി താമസിക്കണമെന്നാണ് ഭഗവതിയുടെ ആഗ്രഹം. അത് എനിക്കിതാ മനസ്സിലായി. ഇന്ദ്രനാകുന്ന ജ്യേഷ്ഠനോട് കൂടിയിട്ടുള്ള പുത്രന്മാര് ശത്രുക്കളായിട്ടുള്ള അസുരന്മാരെ വധിച്ച് സ്വർഗം വീണ്ടെടുക്കണമെന്നും ദേവന്മാരാൽ വധിക്കപ്പെട്ട അസുരന്മാരുടെ പത്നിമാർ അലമുറയിട്ട് കരയുന്നത് കാണണമെന്നാണ് ഭഗവതി ആഗ്രഹിക്കുന്നത്. എന്താ എനിക്കിതാ മനസ്സിലായി. പുത്രന്മാർ കീർത്തിയും സമ്പത്തും വീണ്ടെടുത്ത് സമൃദ്ധരായി സ്വർഗത്തിൽ വിനോദിക്കുന്നത് കാണണമെന്നും ഭഗവതി ആഗ്രഹിക്കുന്നു. എനിക്കിതാ മനസ്സിലായി. എന്നാൽ ഈ കാര്യത്തിൽ ചെറിയൊരു വിഷമമുണ്ട്. ഇപ്പോൾ അസുരന്മാരെ ജയിക്കാൻ ഒരാൾക്കും സാധിക്കില്ല. അതിന് കാരണമുണ്ട്. കാരണം അവർക്ക് ഈശ്വരാനുഗ്രഹം വേണ്ടുവോളം ഉള്ള സമയമാണിത്. ബ്രാഹ്മണരായിട്ടുള്ള സുഖമഹർഷിയും ശിഷ്യന്മാരും അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും അവരുടെ കൂടെയുണ്ട്. അവർ തികച്ചും ധാർമ്മികന്മാരുമാണ്. അവരോട് യുദ്ധം ചെയ്താൽ ഇപ്പോൾ ജയം കിട്ടുമെന്ന് തോന്നുന്നേയില്ല. എങ്കിലും ഭഗവതിയുടെ പയോവ്രതത്താൽ സന്തുഷ്ടനായ എനിക്ക് മറ്റൊരു ഉപകാരം, ഭഗവതിയുടെ ആ പയോവ്രതം കൊണ്ട് സന്തുഷ്ടനായിട്ടുണ്ട്. അതുകൊണ്ട് ഒന്നും ഭഗവതിക്ക് തരാതിരിക്കാൻ എനിക്ക് പറ്റില്ല. കാരണം ഞാൻ എന്ത് വേണമെന്ന് ഒരു ഉപായം ഞാൻ തന്നെ കണ്ടെത്തിയിട്ട് ഭഗവതിയുടെ അമ്മയുടെ ആഗ്രഹം സാധിപ്പിച്ചു തരും. കാരണം അത്ര ആഗ്രഹത്തോടു കൂടിയിട്ട് എന്നെ ആരാണോ ശ്രദ്ധയോടു കൂടിയിട്ട് എന്നെ ഭജിക്കുന്നത് അവരുടെ അഭീഷ്ടം സാധിപ്പിച്ചേ തീരൂ. അതെനിക്ക് നിർബന്ധമാണ്. പുത്രന്മാരുടെ രക്ഷയാണ് അമ്മ ആഗ്രഹിച്ചത്. അതിനു വേണ്ടിയിട്ടാണ് അതികഠിനമായിട്ടുള്ള പയോവ്രതം എന്ന വ്രതം കൊണ്ട് എന്നെ ആരാധിച്ചിട്ടുള്ളത്. അതിനു വേണ്ടിയിട്ട് ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് കശ്യപ പ്രജാപതിയുടെ കശ്യപ പ്രജാപതിയിലൂടെ ഭഗവതിയുടെ മകനായിട്ട് അവതരിച്ച് ദേവന്മാരെ രക്ഷിക്കുന്നുണ്ട്. കശ്യപ പ്രജാപതിയിൽ എന്നെ ഈ സ്വരൂപത്തിൽ ധ്യാനിച്ചുകൊണ്ട് അദ്ദേഹത്തെ ഉപാസിക്കൂ. ഈ പറഞ്ഞ കാര്യങ്ങൾ ദേവി ഒരാളോടും പറയരുത്. കാരണം ഇത് ദേവകാര്യമാണ്, രഹസ്യമായിട്ട് നടക്കേണ്ട കാര്യമാണ്. ഇപ്രകാരം അരുളി ചെയ്തുകൊണ്ട് ഭഗവാൻ മറന്നു. അപ്രത്യക്ഷമായി തന്നിലൂടെ ഭഗവാൻ
അവതരിക്കുന്നു എന്നുള്ള വിവരം പറഞ്ഞ് അതിഥി അത്യന്തം സന്തുഷ്ടനായി തീർന്നു. ഏറ്റവും ഭക്തിയോട് കൂടിയിട്ട് കശ്യപ പ്രജാപതിയെ ശുശ്രൂഷിച്ച് സന്തോഷിപ്പിച്ചു. അതിഥിക്ക് ഭഗവാൻ വരം നൽകിയത് കശ്യപ പ്രജാപതി സമാധിയിലൂടെ അറിഞ്ഞു. തന്നിൽ ഭഗവത് ചൈതന്യം പ്രവേശിച്ചതായിട്ട് അറിഞ്ഞ കശ്യപ മഹർഷി അതിഥിക്ക് വീര്യാധാനം ചെയ്തു. അതിഥിയിൽ പ്രവേശിച്ച ഭഗവാന് ആ ഗർഭം പരിപക്വമായി തീർന്ന സമയത്ത് അന്തരീക്ഷത്തിൽ വന്ന് ബ്രഹ്മാവത അതിഗംഭീരമായിട്ട് സ്തുതിക്കുകയാണ്. അനേക വിധത്തിൽ കീർത്തിക്കുവാൻ തക്കവണ്ണമുള്ള ലീലകൾ നടത്തുന്ന, എപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നതായിട്ടുള്ള അങ്ങ് വലിയ കാൽവെപ്പോടു കൂടിയായിട്ടുള്ള, കാരണം ത്രൈലോക്യം മുഴുവൻ രണ്ടടി കൊണ്ട് അളന്നെടുക്കാൻ പോകുന്നതിനെ സൂചിപ്പിക്കുകയാണ് അവിടെ. ബ്രാഹ്മണർക്ക് ഹിതം ചെയ്യുന്നവനായിട്ടുള്ള അങ്ങക്ക് നമസ്കാരം. സത്വം, രജസ്, തമസ് ഈ 3 ഗുണങ്ങളെ സ്വീകരിക്കുന്നതിനുമായിട്ടുള്ള അങ്ങേക്ക് നമസ്കാരം. പല മന്വന്തരങ്ങളിൽ പല കാലത്തിൽ പല പേരിലും പല കാര്യങ്ങൾക്കായിട്ട് അവതരിച്ചവരും ഇനി അവതരിക്കാൻ പോകുന്നവരുമായിട്ടുള്ള അങ്ങേക്ക് നമസ്കാരം. സർവവ്യാപിയായിട്ടുള്ള അവിടേക്ക് നമസ്കാരം. ഈ പ്രപഞ്ചത്തിൻ്റെ ആദിയിലും മധ്യത്തിലും അവസാനത്തിലും വിളങ്ങുന്നതായിട്ടുള്ള അങ്ങേക്ക് നമസ്കാരം. അവസാനമില്ലാത്ത ശക്തിയോട് കൂടിയിട്ടുള്ള അങ്ങേക്ക് നമസ്കാരം. ഇങ്ങനെ അതിഗംഭീരമായിട്ട് അവിടെ സ്തുതിക്കുകയാണ്. പിന്നീട് അടുത്ത അധ്യായത്തിൽ ആ സാക്ഷാൽ ഭഗവാൻ വാമനരൂപിയായിട്ട് കശ്യപ മഹർഷിയിലൂടെ അതിഥിയുടെ ഗർഭത്തിൽ നിന്ന് അവതരിക്കുന്ന അധ്യായമാണ് അടുത്തത്. ഇങ്ങനെ ബ്രഹ്മാവ് സ്തുതിച്ചുകൊണ്ടിരിക്കെ ജനന മരണങ്ങളില്ലാത്തവനായിട്ടുള്ള ഭഗവാൻ അതിഥിയിലൂടെ അവതരിച്ചു. 4 തൃക്കൈകളോട് കൂടി താമരപ്പൂവിൻ്റെ ഇതൾ പോലെ അതിമനോഹരങ്ങളായിട്ടുള്ള കണ്ണുകളോടും കൂടിയവനും മഞ്ഞപ്പെട്ടുടുത്തതാണ്. ശ്യാമള വർണ്ണമാണ്. മകരകുണ്ഡങ്ങൾ ധരിച്ചിട്ടുണ്ട്. മാറിൽ കൗസ്തുഭം, ശ്രീവത്സമുണ്ട്, തോൾവളകളുണ്ട്. ഇങ്ങനെ വനമാലകൾ ധരിച്ചതായിട്ടുള്ള ആ അതിമനോഹരമായിട്ടുള്ള ആ സ്വരൂപത്തോട് കൂടിയിട്ട് ഭഗവാൻ അവതരിച്ചു. ഈ അവതാര സമയത്ത് ദിക്കുകൾ മുഴുവൻ നിറഞ്ഞു നിന്നു. നദികളും സരസ്സുകളും നിർമ്മല ജലം കൊണ്ട് നിറഞ്ഞു കവിഞ്ഞൊഴുകുകയാണ്. ജനങ്ങളെല്ലാവരും സന്തോഷിച്ചു. എല്ലാ ഋതുക്കളുടെയും ഗുണങ്ങൾ അവിടെ പ്രകാശിച്ചു. സ്വർഗം, അന്തരീക്ഷം, ഭൂമി, ദേവന്മാർ, പശുക്കൾ, ബ്രാഹ്മണർ മുതലായവരൊക്കെ അവിടെ സന്തോഷിക്കുകയാണ്. ആ സമയത്ത് അവതരിച്ച സമയം പറയാണ് ഇവിടെ. ചിങ്ങമാസത്തിൽ വെളുത്ത ദ്വാദശിയും തിരുവോണവും കൂടിയ ദിവസം അഭിജിത്ത് മുഹൂർത്തത്തിൽ ആ നക്ഷത്രത്തിൽ ആണ് മഹാപ്രഭുവായിട്ടുള്ള ഭഗവാൻ അവതരിച്ചിട്ടുള്ളത്. എല്ലാ നക്ഷത്രങ്ങളിലും സൂര്യൻ, ചന്ദ്രൻ മുതലായ ഗ്രഹങ്ങളും ശുഭസ്ഥാനങ്ങളിൽ നിന്ന് ഭഗവാന്റെ അവതാര സമയത്തെ ശോഭനമാക്കി തീർക്കുകയാണ്. ഇങ്ങനെ നല്ലൊരു മുഹൂർത്തം. ഈ മുഹൂർത്തത്തിൽ ഭഗവാൻ അവതരിക്കുന്ന ആ മുഹൂർത്തത്തിൽ പ്രകൃതി തന്നെ അതിന് വേണ്ടി ഒരുങ്ങി. ദേവന്മാര് വാദ്യം മുഴക്കി, വിചിത്രങ്ങളായിട്ടുള്ള വാദ്യങ്ങൾ മുഴക്കി, പെരുമ്പറകൾ കൊട്ടുകയാണ്. അപ്സര സ്ത്രീകൾ നൃത്തം ചെയ്തു, ഗന്ധർവന്മാർ പാട്ടുപാടി. ഇങ്ങനെ എല്ലാവരും ആ ഭഗവാന്റെ അവതാരത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന എല്ലാവരും സ്തുതിച്ചു, പുഷ്പവൃഷ്ടി നടത്തി, അവതാരത്തെ വാഴ്ത്തി സ്തുതിക്കുകയാണ്. അതിഥിയുടെ ആശ്രമം മുഴുവൻ ദേവന്മാർ പൂക്കളെ കൊണ്ട് മൂടി. തൻ്റെ മകനായിട്ട് അവതരിച്ചിട്ടുള്ള ഭഗവാനെ കണ്ട് അതിഥി ആശ്ചര്യപ്പെട്ട് അത്യന്തം സന്തോഷിക്കുകയാണ്. കശ്യപ പ്രജാപതി ആവട്ടെ വിസ്മയത്തോടു കൂടി നോക്കുകയാണ്. പിന്നെ അവിടുന്ന് ജയിച്ചാലും എന്നതാ കീർത്തിക്കുകയാണ്. ഇങ്ങനെ പലവിധ ആഭരണങ്ങളോടും അവതരിച്ചിട്ടുള്ള ആ ജ്ഞാനസ്വരൂപമൂർത്തിയായിട്ടുള്ള ആ വിഷ്ണു സ്വരൂപം അടുത്തതിലാണ് ഇവിടെ അവതരിച്ചിട്ടുള്ളത്.
ഈ സ്വരൂപത്തിൽ തന്നെ ഭഗവാൻ 7 വയസ്സ് പ്രായം തോന്നിക്കുന്ന പൊക്കം കുറഞ്ഞ ഒരു ബാലനായി തീർന്നു അതിവേഗത്തിൽ. കാരണം ചെറിയ കുട്ടിയായിട്ട് അല്ല അവതരിച്ചിട്ടുള്ളത്. സാക്ഷാൽ ഭഗവാന്റെ സ്വരൂപം തന്നെയാണ് ആദ്യം കാണിച്ചു കൊടുത്തത്. പിന്നെ ആ സ്വരൂപത്തിൽ പെട്ടെന്ന് മാറി ഒരു നടൻ എങ്ങനെയാണോ വേഷം മാറുന്നത് അതുപോലെ 7 വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു ബാലനായി തീർന്നു അതിവേഗത്തിൽ. കാരണം വേഷം തിടുക്കം കൂട്ടിയോ എന്ന് സംശയം ഭഗവാൻ. അതും പൊക്കം കുറഞ്ഞ ഒരു ബാലനായി തീർന്നു. ആ വിഷ്ണു സ്വരൂപം മാറ്റിയിട്ട് സാധാരണ ഒരു ബാലനായിട്ട് മാറുകയാണ് അവിടെ ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ ഒരു വാമന ബാലനെ കണ്ട് സന്തോഷിച്ച മഹർഷിമാർ ആ കശ്യപ പ്രജാപതിയെ മുൻനിർത്തിക്കൊണ്ട് ഭഗവാനെ ഉപനയനം കഴിപ്പിച്ച് ബ്രഹ്മചാരിയാക്കി തീർന്നു. ഉപനയൻ ആരംഭത്തിൽ വാമന് സൂര്യദേവൻ ഗായത്രി മന്ത്രം ഉപദേശിച്ചു. ബൃഹസ്പതി പൂണൂൽ കൊടുത്തു. കശ്യപ പ്രജാപതി മുഞ്ചപ്പാൽ മേഖല കൊടുത്തു. കൃഷ്ണമൃഗത്തോൽ ഭൂമിദേവിയാണ് കൊടുത്തത്. 2 ചന്ദ്രൻ കൊടുത്തു. കൗബീനം അമ്മയായിട്ടുള്ള അതിഥി കൊടുത്തു. ഓലക്കുട അന്തരീക്ഷദേവനും നൽകി. ബ്രഹ്മാവ് കമണ്ഡലുമാണ് കൊടുത്തത്. സപ്തർഷികൾ ദർഭപ്പുല്ല് കൊടുത്തു. സരസ്വതി ദേവി ജപമാല കൊണ്ടുവന്ന് കൊടുത്തു. ഉപനയനം കഴിഞ്ഞ ഭഗവാൻ ഭിക്ഷാപാത്രം കുബേരനാണ് കൊടുത്തത്. ഭിക്ഷ ഉമാദേവിയാണ് കൊടുത്തത്. ഇങ്ങനെ വിധിപ്രകാരം ഉപനയന സംസ്കാരം കഴിഞ്ഞ വാമനൻ ബ്രഹ്മർഷിമാർ നിറഞ്ഞ സദസ്സിനെ തൻ്റെ തേജസ് കൊണ്ട് നിഷ്പ്രഭമാക്കി തീർത്തു. ഉപനയനത്തിനായിട്ട് ബ്രാഹ്മണർ ജ്വലിപ്പിച്ചിരുന്ന അഗ്നിയിൽ നെയ്യൊഴിച്ച് പൂജിച്ച ശേഷം ബ്രഹ്മചാരിയായിട്ടുള്ള ഭഗവാനും വിധി പോലെ ഹോമം ചെയ്തു. ഇങ്ങനെ ആ ഒരു ഭഗവാന്റെ അവതാരം അവിടെ നടക്കുകയാണ്. അതിഥിയുടെ ആഗ്രഹപ്രകാരം സാക്ഷാൽ വിഷ്ണു ഭഗവാൻ ഇവിടെ വാമനമൂർത്തിയായിട്ട് ഇത് അവതരിച്ചു. എന്തിനു വേണ്ടിയിട്ടാണെങ്കിൽ തൻ്റെ പുത്രന്മാർക്ക് സ്വർഗം തിരിച്ചു കിട്ടാൻ, അസുരന്മാരുടെ അഹങ്കാരം നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അവതാരം കഴിഞ്ഞു. ഇനി എന്തിനു വേണ്ടിയിട്ട് അവതരിച്ചു അതിനുള്ള മുഹൂർത്തത്തിലേക്കാണ് കഥ പോകുന്നത്. ശുക്രമഹർഷിയുടെ പൗരോഹിത്യത്തിന് കീഴിൽ അശ്വമേധയാഗം നടത്തിക്കൊണ്ടിരിക്കുന്ന മഹാബലി ഈ ഒരു വിവരം കേട്ട വാമനമൂർത്തി ഓരോ കാൽവെപ്പും തൻ്റെ ഭാരം കൊണ്ട് ഭൂമിദേവി താണു പോവുകയാണോ എന്ന് തോന്നിക്കുമാറ് ആ യജ്ഞശാലയിലേക്ക് നടക്കുകയാണ്. ആ മഹാബലിയുടെ യാഗശാലയിലേക്ക് ഇതാ നടന്നു പോവാണ്. നർമ്മദ നദിയുടെ വടക്കേക്കരയിൽ ഭൃഗുകച്ഛം എന്ന സ്ഥലത്തായിരുന്നു ആ മഹാബലിയുടെ യാഗശാല. ഈ യാഗശാല ലക്ഷ്യമാക്കിക്കൊണ്ട് ഭഗവാൻ നടന്നു വരുന്നത് ദൂരെ നിന്ന് കാണുകയാണ്. മഹാബലി ഒരു ജ്വല തേജസ് അകലെ നിന്ന് യാഗശാലയിലേക്ക് അഭിമുഖമായിട്ട് വരുന്നത് കണ്ട ഋത്തുക്കുകളും യജമാനായിട്ടുള്ള മഹാബലിയും സദസ്യരായിട്ടുള്ള ഋത്തുക്കുകളും ആ തേജസ്സിൽ നിഷ്പ്രഭമാക്കി തീരുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഇനി സൂര്യനോ അഗ്നിദേവനോ സനൽകുമാര മഹർഷിയോ യാഗം കാണാനായിട്ട് ഇവിടെ വരികയാണോ എന്ന് അവർ സംശയിക്കുകയാണ്. ഇങ്ങനെ സംശയിച്ചുകൊണ്ട് നോക്കി നിൽക്കെ ഓലക്കുട, പ്രാശിൻതണ്ട്, വെള്ളം നിറച്ച കമണ്ഡലം എന്നിവയൊക്കെ ധരിച്ചതായിട്ടുള്ള ഭഗവാൻ ആ വാമനമൂർത്തി യാഗശാലയിലേക്ക് കയറി വന്നു. അരയിൽ മുഞ്ചപ്പുൽ മേഖല ധരിച്ചിട്ടുണ്ട്, പൂണൂലുണ്ട്, കൃഷ്ണമൃഗത്തോൽ അണിഞ്ഞിട്ടുണ്ട്, ജടപിടിച്ച ശിഖ ധരിച്ചവനാണ്. ബ്രാഹ്മണകുമാരനും ബ്രഹ്മചാരി വേഷം സ്വീകരിച്ചവനായിട്ടുള്ള ആ വാമനമൂർത്തിയെ കണ്ട ഉടനെ സുമഹർഷിയും ശിഷ്യന്മാരും എല്ലാവരും ആ തേജസ്സോടുകൂടി വന്ന ആ ബാലനെ എതിരേറ്റ് സ്വീകരിക്കുകയാണ്. സൗന്ദര്യം നിറഞ്ഞു തുളുമ്പിക്കൊണ്ടിരിക്കുന്ന അതിമനോഹരമായിട്ടുള്ള ആ സ്വരൂപം ദർശനമാത്രയിൽ തന്നെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്നതായിട്ടുള്ള ആ ബ്രഹ്മചാരി രൂപം കണ്ട സമയത്ത് മഹാബലിക്ക് അത്യന്തം
അത്ഭുതവും സന്തോഷവും തോന്നി. അദ്ദേഹത്തിന് ഇരിക്കാൻ ഒരു സിംഹാസനം കൊണ്ടുവന്ന് കൊടുത്തു. സ്വാഗതം പറഞ്ഞ് സ്വീകരിച്ചു. സിംഹാസനത്തിലിരുത്തി. മഹാബലി സർവസംഘ പരിത്യാഗികളുടെ മനസ്സിനെ ആനന്ദിപ്പിക്കുവാനായിട്ടുള്ള ഭഗവാന്റെ ആ പാതാരബിന്ദങ്ങളെ സാവധാനം കഴുകി പൂജിച്ച് പാദപൂജ ചെയ്യണം. സകലവിധ പാപങ്ങളെയും നശിപ്പിക്കുന്ന ആ പാദതീർത്ഥം, ധർമ്മത്തെ അറിയുന്ന എത്ര പേര്, വളരെ കുറച്ച് പേര് ധർമ്മം എന്താണെന്ന് അറിയുന്ന ആൾക്കാർ ലോകത്തുള്ളൂ. ആ ഭാഗവത ധർമ്മം അറിയുന്നതായിട്ടുള്ള ബ്രഹ്മാവ്, നാരദൻ, ശിവൻ, സനൽകുമാരൻ, കപിലൻ, സ്വയംഭൂമനു, പ്രഹ്ലാദൻ, ജനകൻ, ഭീഷ്മര്, ബലി, ശ്രീശുകൻ, യമൻ, ഇവരിൽ 10ാമത്തെ ആളായിട്ടുള്ള മഹാബലി പരമഭക്തിയോട് കൂടിയിട്ട് ശിരസിൽ ധരിക്കുകയാണ് ആ ഭഗവാനെ കഴുകിയ പാദതീർത്ഥം. ദേവനായിട്ടുള്ള ചന്ദ്രശേഖരൻ പോലും അത്യന്തം ഭക്തിയോട് കൂടിയിട്ട് തൻ്റെ ശിരസിൽ ധരിക്കുന്നവനാണ് ഭഗവാന്റെ പാദതീർത്ഥമായിട്ടുള്ള ഗംഗ. ഇവിടെ ഗംഗ ഉത്ഭവിക്കുന്നതിന് മുമ്പാണ് മഹാബലി ഭഗവാന്റെ പാദതീർത്ഥം സ്വന്തം ശിരസിൽ ധരിച്ചിട്ടുള്ളത്. അതിന് സാധിച്ചിട്ടുള്ള ആ മഹാബലിയുടെ ഭാഗ്യത്തെ വർണ്ണിക്കുവാൻ എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ലല്ലോ പരീക്ഷത്തെ എന്നവിടെ ശ്രീശുക ബ്രഹ്മർഷി പറയണത്. ഇങ്ങനെ അവസരത്തിൽ ആ മഹാബലി വാമനമൂർത്തിയായിട്ടുള്ള മഹാവിഷ്ണുവിനോട് അതറിയാതെ പറയാണ്, അല്ലയോ ബ്രഹ്മചാരി, ഞാനിതാ അങ്ങേ നമസ്കരിക്കുകയാണ്. എൻ്റെ യാഗശാലയിലേക്ക് ഹൃദയഹൃദ്യമായിട്ടുള്ള സ്വാഗതം. ഞാൻ എന്താണ് അങ്ങേക്ക് ചെയ്തു തരേണ്ടത്? ബ്രഹ്മർഷിമാരുടെ തപസ്സു തന്നെ സ്വരൂപം സ്വീകരിച്ചു വന്നവനാണോ എന്ന് ഞാൻ സംശയിക്കുകയാണ്. അങ്ങ് എൻ്റെ യാഗശാലയിലേക്ക് വന്നതിനാൽ ഇന്നാണ് എൻ്റെ പിതൃക്കൾ തൃപ്തരായിട്ട് തീർന്നത് എന്ന് ഉറപ്പാണ്. എൻ്റെ വംശം, എൻ്റെ രാജ്യം മുഴുവൻ പവിത്രമായി തീർന്നിരിക്കുന്നു. ഇന്നാണ് ഞാൻ ചെയ്തിരിക്കുന്ന യാഗം സഫലമായിട്ടുള്ളത്. അങ്ങയുടെ കാൽ കഴിയിക്കാൻ ഭാഗ്യമുണ്ടായതിനാൽ ഇന്നാണ് എൻ്റെ അഗ്നിഹോത്രത്തിലെ അഗ്നികൾ വിധി പോലെ ഹോമിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അങ്ങയുടെ ഈ പാദസ്പർശത്താൽ ഈ ഭൂപ്രദേശം തന്നെ ശുദ്ധമായിട്ട് തീർന്നു കഴിഞ്ഞു. അങ്ങ് എന്തിനു വേണ്ടിയിട്ടാണ് എന്നെ ഇവിടെ വന്നിട്ടുള്ളത് എന്നെനിക്കറിയില്ല. എന്നാലും എന്തോ എന്നിൽ നിന്ന് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് പോലെ എനിക്ക് തോന്നുകയാണ്. അതുകൊണ്ട് അങ്ങ് എന്തെല്ലാമാണോ ആഗ്രഹിക്കുന്നത് അവയെല്ലാം എന്നിൽ നിന്നും സ്വീകരിച്ചാലും പശുക്കൾ, സ്വർണം, ഗുണമുള്ള ഗൃഹം, ശ്രേഷ്ഠങ്ങളായിട്ടുള്ള അന്നപാനീയങ്ങൾ, സുന്ദരിമാരായിട്ടുള്ള കന്യകമാർ, സമൃദ്ധിയുള്ള ഗ്രാമങ്ങൾ, കുതിരകൾ, ആനകൾ, വാഹനങ്ങൾ, ഇവയിൽ എന്ത് വേണമെങ്കിലും അങ്ങേക്ക് സ്വീകരിക്കാം. കാരണം അങ്ങ് പൂജ്യന്മാരിൽ പൂജ്യനാണ്. ഇങ്ങനെ അല്പം അഹങ്കാരത്തോടു കൂടിയിട്ട് മഹാബലി വാമനമൂർത്തിയോട് എന്തു വേണമെങ്കിലും ചോദിച്ചോളൂ, ചോദിച്ചതെന്തും തരാൻ ഞാൻ തയ്യാറാണ്, ഒരുക്കമാണ് എന്ന് പറഞ്ഞു നിൽക്കുന്ന ആ വാക്കുകളിൽ അല്പം അഹങ്കാരമില്ലേ എന്നത് ഭഗവാന് തന്നെ തോന്നി. ഇങ്ങനെ ആ ഒരു മഹാബലിയുടെ അല്പം അഹങ്കാരത്തോടു കൂടിയിട്ടുള്ള ആ ഒരു വാക്കുകൾ പറഞ്ഞുകൊണ്ട് ആ അധ്യായം അവിടെ ഭഗവത് പാദങ്ങളിൽ സമർപ്പിക്കുകയാണ്. തുടർന്നുള്ള ആ ഭഗവാന്റെ മറുപടിയും തുടർന്നുള്ള കഥകളും മറ്റൊരവസരത്തിൽ നമുക്ക് കേൾക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാരായണ 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 നാരായണ.